ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാടാനപ്പള്ളി ഓർഫനേജിൻ്റെയും ഇസ്ലാമിയ കോളേജുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള പ്രൗഢഗംഭീരമായ സന്നദ്ധാന സമ്മേളനമാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ആരംഭിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ഥാപനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ശില്പികളുടെ സംഭാവനകളും അതിൻ്റെ സന്താനങ്ങളുടെ സംഭാവനകളും എല്ലാം അയവിറക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ അതിലേക്ക് കിടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സമയമില്ല എന്നത് മാത്രമല്ല, വാടാനപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല എന്നതാണ്. വാടാനപ്പള്ളി സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട അംബാസഡർമാർ അതിൻ്റെ സന്താനങ്ങൾ തന്നെയാണ്. അവരെ കഴിഞ്ഞ അരനൂറ്റാണ്ടായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവർ കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകൾ, വാടാനപ്പള്ളി സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിന് നൽകിയ സംഭാവനകൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എവിടെ ചെന്നാലും വാടാനപ്പള്ളിയുടെ പ്രൊഡക്ട്സ്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നേതൃത്വം പ്രകടമാണ്. വിദേശ നാടുകളിൽ പോകുമ്പോൾ, വിശേഷിച്ച് ഗൾഫ് നാടുകളിൽ അത് വളരെ പ്രകടമാണ്. ഇങ്ങനെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി വളരെ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഈ വിദ്യാഭ്യാസ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആവർത്തിച്ച് വിരസത ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അൽഹംദുലില്ലാ, ഈ ഒരു സിറ്റുവേഷൻ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വാടാനപ്പള്ളി ഓർഫനേജുകൾ അതിൻ്റെ ബീജാവാപം നടക്കുന്നത് 1970 55 വർഷം മുമ്പ് ഒരു കൊച്ചു മദ്രസയായിട്ട്, ഓലപ്പുരയായിട്ട് ആരംഭിച്ച സ്ഥാപനം ഇന്ന് തൃശ്ശൂർ ജില്ലയും കടന്ന് എറണാകുളം, കൊല്ലം ജില്ലകൾ വരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. 3 അംഗീകൃത സ്കൂളുകൾ CBSE സ്റ്റേറ്റ് സിലബസോട് കൂടിയിട്ട്, 5 കോളേജുകളിൽ, അവയിൽ 1 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള കോളേജ്, ധാരാളം മദ്രസകൾ, പള്ളികൾ, കൂടെ ചാരിറ്റി രംഗത്ത് മുഖമുദ്രയായി 2 ഓൾഡ് ഏജ് ഹോമുകൾ. ഇങ്ങനെ 16ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചാരിറ്റി സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകുന്ന
ഒരു പ്രസ്ഥാനമാണ് വാടാനപ്പള്ളി എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ് ഈ ബിരുദദാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന മാഗസിന് നൽകിയ സന്ദേശത്തിന് നൽകിയ തലക്കെട്ട് വാടാനപ്പള്ളിയുടെ വിദ്യാഭ്യാസ വിപ്ലവം എന്നാണ്. ആ തലക്കെട്ടിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു പേജിലുള്ള ആ തലക്കെട്ട് ഒരു 10 പേജിൻ്റെ ഉള്ളടക്കം നിറഞ്ഞതാണ്. വാടാനപ്പള്ളി സ്ഥാപനങ്ങളുടെ മുഖമുദ്ര അതിലദ്ദേഹം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അനാഥകളും അഗതികളുമായ നമ്മുടെ മെയിൻ സ്ട്രീം ജീവിതത്തിൻ്റെ പുറത്തു നിൽക്കുന്ന പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനതയുടെ വിദ്യാഭ്യാസ പുരോഗതിയും സാമൂഹിക ഉന്നമനവുമാണ് വാടാനപ്പള്ളി സ്ഥാപനങ്ങൾ നിർവഹിച്ച പ്രധാനപ്പെട്ട ദൗത്യം എന്ന് അദ്ദേഹം അടിവരയിട്ട് അതിൽ പറയുന്നു. വാടാനപ്പള്ളിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ സ്ഥാപനങ്ങളുടെ മഹത്വത്തിന് സാക്ഷി എന്നും ഒറ്റ വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുഖമുദ്ര അധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ ഏജൻസികൾക്കും അവകാശപ്പെടാനില്ലാത്തതാണ് ഇന്നത്തെ കച്ചവട കാലത്ത്. ഇതേ മുദ്രയുമായി ഇതേ ദൗത്യവുമായി സമൂഹത്തിലെ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളെ അതിൻ്റെ ക്യാൻവാസ് കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് അത് മത ജാതി ഭേദമന്യേ വികസിപ്പിച്ചുകൊണ്ട് അതിനെ ഭൂപ്രദേശങ്ങൾക്ക് അതീതമായിട്ട് ജില്ലയ്ക്കും സ്റ്റേറ്റിനും അതീതമായി വികസിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ നാന്തി കുറിക്കുന്ന സന്ദർഭം കൂടിയാണ് ഈ ബിരുദദാന സമ്മേളനം. വളരെ അസൂയാവഹമായ ഒരു പേരാണ് ഉസ്ര എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഫാമിലി എന്നും മലയാളത്തിൽ കുടുംബമെന്നും അർത്ഥമുള്ള ഈ പദം വാടാനപ്പള്ളി പൂർവ്വ വിദ്യാർത്ഥികൾ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നൽകിയ പേരാണ്. ഒരു തറവാട്ട് മാഹാത്മ്യം ആ പേരിനകത്ത് തീർച്ചയായിട്ടും ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഇത്രമാത്രം ഭദ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്നേഹസമ്പന്നമായിട്ടുള്ള ദൗത്യ സമ്പന്നമായിട്ടുള്ള മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷനെ നമുക്ക് കാണുക സാധ്യമല്ല. ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല 55 വർഷം പിന്നിടുന്ന ഈ ചരിത്ര നിമിഷത്തിൽ വീണ്ടും ഒരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്ലാനിങ്, അതിനു മുമ്പ് അതിൻ്റെ ഡ്രീമിങ് ഒക്കെ നിർവഹിച്ചത് കരുത്തുറ്റ പൂർവ്വ വിദ്യാർത്ഥി സമൂഹമാണ്. മറ്റൊരാളെയും പുറത്തു നിന്ന് ഹയർ ചെയ്യേണ്ടതില്ലാത്ത വണ്ണം ശക്തവും സമ്പന്നവുമാണ് വാടാനപ്പള്ളി സ്ഥാപനങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയാവുന്ന വിധം ഒരു വലിയ കുതിച്ച് ചാട്ടത്തിന് ഉള്ള തയ്യാറെടുപ്പുകളാണ് ഉസ്രയുടെ നേതൃത്വത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്. നീണ്ട 55 വർഷങ്ങളും 40 ബാച്ചുകളും. ഇന്നിപ്പോൾ വാടാനപ്പള്ളിയുടെ സന്താനങ്ങൾ അവർ ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നടത്തിപ്പുകാരായി മാറിയിരിക്കുന്ന അപൂർവ ചാരുതയുള്ള ചരിത്രത്തിനു കൂടി നമ്മൾ സാക്ഷികളാവുകയാണ്.
മരം ഫലം വർഷിച്ച് വിത്തായി, വിത്ത് പിന്നെ മരമായി, മരം പിന്നെ വിത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇതിഹാസത്തിനാണ് ഇതിലൂടെ ആരംഭമാകുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളിൽ ഒരാൾ എന്ന നിലക്കും ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ മമ്മൂണ്ണി മൗലവിയുടെ പേരിലും പറയാനുണ്ട്. അതിലൊന്ന് നന്ദിയാണ്. ഈ സ്ഥാപനങ്ങളെ ചേർത്ത് പിടിച്ച ഇതിൻ്റെ ഗാർഡിയൻസും സംരക്ഷകരുമാണ് ഈ മുമ്പിലിരിക്കുന്നത്. ഇവിടെ ഈ വേദിയിൽ ഒരുപാട് ആളുകളിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം അവിടെയുണ്ട്. പ്രസ്ഥാനത്തെ മാറോട് ചേർത്ത് നിർത്തിയ, നെഞ്ചോട് ചേർത്ത് നിർത്തിയ സ്ഥാപനമാണ് വാടാനപ്പള്ളി. പ്രസ്ഥാനം താങ്ങും തണലുമായി നിന്നിട്ടുള്ള സ്ഥാപനമാണ് വാടാനപ്പള്ളി. അതുകൂടാതെ പ്രസ്ഥാനത്തോടൊപ്പം അവർ നിർവഹിക്കുന്ന അത്ര തന്നെ പ്രാധാന്യത്തോടെ സ്വന്തം സ്ഥാപനമാണ് ഇത് എന്ന തരത്തിലാണ് ഈ നാട്ടിലെ ജനപ്രതിനിധികൾ, MLA-മാരും MP-മാരും ഈവൻ താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വാർഡ് മെമ്പർ വരെ കക്ഷി ഭേദമന്യേ ഈ സ്ഥാപനങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ബഹുമാന്യനായ TN പ്രതാപൻ ex-MP, മുൻ MP ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താങ്ങാണ്. ബഹുമാന്യനായ MLA ഇവിടെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, വരാതിരിക്കില്ല. അദ്ദേഹം ഈ സ്ഥാപനത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന നേതാവാണ്. ഇങ്ങനെ അകത്തോ പുറത്തോ എന്ന് വേർതിരിച്ച് പറയാൻ വയ്യാത്ത വിധം നമ്മുടെ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു പോരുന്ന നമ്മുടെ രക്ഷിതാക്കളാണ്, ഗാർഡിയൻസാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഈ വേദി നിറഞ്ഞ് ഇരിക്കുന്നത്. അവരോട് നന്ദി പറഞ്ഞാൽ, നിങ്ങളോട് നന്ദി പറഞ്ഞാൽ അത് ഒരു അകലത്തിന് കാരണമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ആ നന്ദി നമ്മളെല്ലാവരും കൂടി പരസ്പരം പറയുകയും ഷെയർ ചെയ്യുകയുമാണ്. മറ്റൊന്ന്, ഈ സന്ദർഭത്തിൽ ഇത്രയും വലിയ വിജയം നൽകിയ ദൈവം തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ വലിയ ഒരു കുതിച്ചു ചാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ ക്യാമ്പസ് 8 ഏക്കറോളം വരുന്ന ഈ സ്ഥലം വാടാനപ്പള്ളി സ്ഥാപനങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സായി വളരാൻ പോകുന്ന ഒരു അനുഗ്രഹീത ഭൂമിയാണ്. വാടാനപ്പള്ളി, തളിക്കുളം, പുതിയങ്ങാടി, മന്നം, ചാലക്കൽ, കൊല്ലം, ഉമയനെല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് കിടക്കുന്ന വാടാനപ്പള്ളി സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട്, അക്കാഡമിക് ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മാറാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ചുറ്റും ഒരു കോട്ട പോലെ അക്കാഡമിക ഗോപുരങ്ങൾ,
അനാഥകളെയും അഗതികളെയും പ്രത്യേകം കെയർ ചെയ്യുന്ന, അവരെ സമൂഹത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റുന്ന, അവരെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്ന വലിയ ഗോപുരങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന ഒരു കുട്ടിയെ, ആ വരുന്ന കുട്ടികളെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ, അവർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ സ്ഥാപനങ്ങൾ നിർവഹിച്ച ദൗത്യത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് തന്നെ വീണ്ടും വീണ്ടും മുൻതൂക്കം നൽകിക്കൊണ്ട് എത്ര വളരുമ്പോഴും അധസ്ഥിത പിന്നോക്ക വിഭാഗത്തിൻ്റെ, അനാഥകളുടെയും അഗതികളുടെയും വിദ്യാഭ്യാസത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടുള്ള പുതിയ പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റി മുതിർന്ന് കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ശില്പികളെ ഒന്നുമില്ലാത്ത കാലത്ത് വലിയ സാഹസത്തിന് മുന്നിട്ടിറങ്ങി ഈ സ്ഥാപനത്തിന് വിജാഭാവം നൽകിയിട്ടുള്ള മഹാത്മാക്കളെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. അവരിൽ അധിക പേരും പോയി, ബാക്കിയുള്ളവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ, അവരിൽ കുറേ പേർ ഇന്ന് ഇല്ല എന്ന് നമ്മോടൊപ്പം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. ബഹുമാന്യനായ മമ്മുണ്ണി മൗലവി നിർവഹിക്കേണ്ട ഒരു പ്രഭാഷണമാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.